കൃഷി അറിവുകൾ കിരീടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയവാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ. നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം
93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് മണ്ണ്, ജലം, ജൈവസമ്പത്ത് എന്നീ അമൂല്യങ്ങളായ പ്രകൃതി വിഭവങ്ങളുടെ ശാസ്ത്രീയമായ വിവരശേഖരണം നടത്തുകയും മണ്ണിന്റെ ഘടന, രാസഭൗതിക സ്വഭാവങ്ങൾ, കഴിവുകൾ, പരിമിതികൾ എന്നിവ കൃത്യമായി അപഗ്രഥിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തിന്റെ സുസ്ഥിര വികസനത്തിനായുള്ള വികസന പദ്ധതികളും വിവിധ മണ്ണ് ജലസംരക്ഷണ പദ്ധതികളും ശാസ്ത്രീയമായി നടപ്പാക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് മണ്ണ് പരിവേഷണ സംരക്ഷണ വകുപ്പ് പ്രവർത്തിക്കുന്നത്. വാട്ടർഷെഡ് അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിനും ഭൂവിഭവ സമാഹരണത്തിനും ഊന്നൽ നൽകിയാണ് ഈ വകുപ്പ് പ്രവർത്തിക്കുന്നത്. സുസ്ഥിര വികസനത്തിനായി പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും പാരിസ്ഥിതിക പുനരുജ്ജീവനവും ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ഭൂവിഭവ പരിപാലനത്തിലൂടെയും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിലൂടെയും സുസ്ഥിര കാർഷികോൽപാദനവും സ്വയം പര്യാപ്തതയും നീർത്തട അധിഷ്ഠിത വികസന പദ്ധതിയുടെ മേൽനോട്ടവും നടത്തിപ്പും പ്രകൃതി വിഭവ സംരക്ഷണത്തെക്കുറിച്ചുള്ള അറിവിന്റെയും പ്രായോഗിക പരിജ്ഞാനത്തിന്റെയും വ്യാപനം, ആധുനിക സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംസ്ഥാനമൊട്ടാകെയുള്ള മണ്ണ് ഭൂവിഭവങ്ങളുടെ വിവരശേഖരണവും വിജ്ഞാന വ്യാപനവും ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ഭൂവിനിയോഗ നിർണയം, മണ്ണിന്റെ ആരോഗ്യ പരിപാലന സംരക്ഷണ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിജ്ഞാന വ്യാപനം, മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക. ഈ വകുപ്പിന്റെ ചുമതലകൾ: വിശദ മണ്ണ് പരിശോധന പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്തിന്റെ സുസ്ഥിര കാർഷിക വികസനത്തിനു വരുന്ന ഭൂവിജ്ഞാന വിവരശേഖരണവും വ്യാപനവും, ഓരോ പ്രദേശത്തിന്റെയും സമഗ്ര വികസനത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഉതകുന്ന അടിസ്ഥാന രേഖയായ പഞ്ചായത്ത് തല വിശുദ്ധ മണ്ണ് ഭൂവിഭവ റിപ്പോർട്ടുകളുടെയും ഭൂപടങ്ങളുടെയും പ്രസിദ്ധീകരണം, കർഷകരുടെ പുരയിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണു സാമ്പിളുകളുടെ രാസപരിശോധനയും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും, പശ്ചിമഘട്ട വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നീർത്തടങ്ങളുടെ തെരഞ്ഞെടുപ്പും അനുബന്ധ മണ്ണ് പരിവേഷണ സംരക്ഷണ പ്രവർത്തനങ്ങൾ, തൽസ്ഥല ജലസംരക്ഷണത്തിലൂടെ വരൾച്ചയുടെ കാഠിന്യം കുറയ്ക്കുക, മണ്ണ് ജല സംരക്ഷണത്തിലൂടെയുള്ള കാർഷിക ഉൽപാദന വർധനവ്, ജലവിതരണ പദ്ധതികളുടെ റിസർവോയറുകൾ എക്കലടിയുന്നത് കുറയ്ക്കാൻ വൃഷ്ടിപ്രദേശങ്ങളിലെ മണ്ണുജല സംരക്ഷണ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പ്, മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശങ്ങളുടെ ബലപ്പെടുത്തൽ. അടുത്തതായി മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് നീർത്തട അടിസ്ഥാനത്തിലുള്ള മണ്ണ് ജല സംരക്ഷണ പദ്ധതി. വെള്ളപ്പൊക്കവും കാർഷിക വരൾച്ചയും പരിമിതപ്പെടുത്തുവാനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് വാട്ടർഷെഡ് അടിസ്ഥാനത്തിൽ നബാർഡ് ധനസഹായത്തോടെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നീർച്ചാൽ ശൃംഖലയുടെ സംരക്ഷണം വഴി വെള്ളപ്പൊക്ക നിവാരണത്തോടൊപ്പം പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും പരിസ്ഥിതി പുനരുജ്ജീവനവും കാർഷിക മേഖലയുടെ ഉന്നമനവും പദ്ധതി നിർവഹണത്തിലൂടെ ലക്ഷ്യമിടുന്നു. മണ്ണ് പരിശോധനാശാലകൾ. മണ്ണ് പരിവേഷണ പഠനങ്ങളുടെ ഭാഗമായുള്ള മണ്ണിന്റെ വർഗീകരണത്തിന് രാസപരിശോധന അത്യന്താപേക്ഷിതമാണ്. മണ്ണ് പരിവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശേഖരിക്കുന്ന വിവിധ മണ്ണു ശ്രേണികളിലുള്ള മണ്ണ് സാമ്പിളുകളുടെ ഭൗതിക രാസപരിശോധനകളും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണത്തിനുള്ള മണ്ണ് സാമ്പിളുകളുടെ പരിശോധനയും ഈ പദ്ധതിയിൽ നടത്തിവരുന്നു. 6 ലക്ഷത്തോളം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിവിധ പദ്ധതികളായി വിതരണം ചെയ്തിട്ടുണ്ട്. അടുത്തതായി സോയിൽ ഇൻഫർമാറ്റിക്സ് ആൻഡ് പബ്ലിക്കേഷൻ സെൽ. വിവിധ ഭൂവിഭവ വികസന പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ മണ്ണ് പരിവേഷണ റിപ്പോർട്ടുകളും ബുള്ളറ്റിനുകളും പ്രസിദ്ധീകരിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കൂടാതെ ജില്ലാതല ആസൂത്രണത്തിന് ആവശ്യമായ
ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന മണ്ണ് പരിവേഷണം, പഞ്ചായത്തുകളിലെ വിശുദ്ധ മണ്ണ് പരിവേഷണം, മുൻകാലങ്ങളിൽ വിശുദ്ധ മണ്ണ് പരിവേഷണം നടത്തിയ സ്ഥലങ്ങളിൽ അതിനുശേഷം മണ്ണിന് സംഭവിച്ച ഭൗതിക മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള മണ്ണ് പരിവേഷണം പുനർനിർണയം എന്നീ പ്രവർത്തനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്നു. ഭൂവിഭവങ്ങളുടെ സംരക്ഷണത്തിനും മേൽനോട്ടത്തിനുമായുള്ള ഉപദേശങ്ങൾ നൽകുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മണ്ണ് പരിവേഷണ ഭൂപടങ്ങൾ തയ്യാറാക്കുക, അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിവരങ്ങൾ നൽകുക എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്നു. സോയിൽ മ്യൂസിയം. തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്ത് പ്രവർത്തിക്കുന്ന സോയിൽ മ്യൂസിയത്തിന്റെ ശാക്തീകരണത്തിനായി അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ പ്രദർശന വസ്തുക്കൾ സജ്ജമാക്കുന്നതിനും കർഷകർക്കും വിദ്യാർത്ഥികൾക്കും പ്രകൃതി വിഭവ പരിശീലനം സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഭൂമിയുടെ തരംതിരിവ് സംബന്ധിച്ച ഡാറ്റ ബാങ്ക് സൃഷ്ടിക്കൽ. ആധുനിക വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പഞ്ചായത്ത് തലത്തിൽ ഭൂമിയുടെ തരംതിരിവ് സംബന്ധിച്ച ഡാറ്റാ ബാങ്ക് സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മണ്ണ് പരിവേഷണ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം. മണ്ണ് പരിവേഷണ വിഭാഗത്തിലെ സാങ്കേതിക ഉദ്യോഗസ്ഥർക്ക് ആധുനിക രീതികൾ സ്വായത്തമാക്കുവാൻ ദേശീയ മണ്ണ് പരിവേഷണ പരിശീലന കേന്ദ്രത്തിലും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളിലും പരിശീലനം നൽകുന്നതിനും മണ്ണ് പരിവേഷണവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ, കോൺഫറൻസുകൾ, ശില്പശാലകൾ തുടങ്ങിയവ നടത്തുന്നതിനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മണ്ണിടിച്ചിലുള്ള പ്രദേശങ്ങളുടെ ബലപ്പെടുത്തൽ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവ മൂലം സംസ്ഥാനത്ത് കൃഷിനാശം സംഭവിച്ചതും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ശാസ്ത്രീയമായ മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കുക, അധിക ജലം സുരക്ഷിതമായി പുറത്തേക്ക് ഒഴുകുന്നതിനുള്ള സംവിധാനം ഒരുക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കോട്ടയം, കൊല്ലം എന്നീ ജില്ലകളിൽ നടന്നുവരുന്നു. ശുദ്ധജല സംഭരണികളുടെ വൃഷ്ടിപ്രദേശത്തെ മണ്ണുജല സംരക്ഷണം. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ശുദ്ധജല വിതരണ പദ്ധതിയുടെയും കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ശുദ്ധജല വിതരണ പദ്ധതിയുടെയും കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൊഴി ജില്ലാ വിതരണ പദ്ധതിയുടെയും ജലസംഭരണികളുമായി ബന്ധപ്പെട്ട വൃഷ്ടിപ്രദേശത്ത് മണ്ണൊലിപ്പ് നിയന്ത്രണം വിധേയമാക്കുന്നതിലൂടെ ബന്ധപ്പെട്ട ജലസംഭരണികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും വൃഷ്ടിപ്രദേശത്തു നിന്നുള്ള നീരൊഴുക്ക് സ്ഥായിയായി നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം. മണ്ണ് പരിവേഷണ സംരക്ഷണ വകുപ്പിന്റെ കമ്പ്യൂട്ടർവൽക്കരണവുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾ, ഹാർഡ്വെയറുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനും നിലവിലുള്ള കമ്പ്യൂട്ടർ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഉദ്യോഗസ്ഥർക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നതിനും മറ്റുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജലാശയങ്ങളുടെ നീരുറവുകളുടെയും പുനരുജ്ജീവനം. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന വരൾച്ചയുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഭൂഗർഭ ജലസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുമായി പരമ്പരാഗത ജലസ്രോതസ്സുകളുടെയും നീരുറവുകളുടെയും ജലനിർഗമന മാർഗങ്ങളിലൂടെയും നദികളുടെ കൈവഴികളിലൂടെയും പോഷണം പുനരുജ്ജീവനവുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സൂക്ഷ്മ നീർത്തടാധിഷ്ഠിത വികസനം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുണ്ടായ പ്രളയം, ഉരുൾപൊട്ടലുകൾക്ക് ശേഷം മണ്ണും മണ്ണിന്റെ ഈർപ്പവും സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നു. സൂക്ഷ്മ നീർത്തടാധിഷ്ഠിത വികസനത്തിലൂടെ ഉൽപാദന വർധനവും സുസ്ഥിരമായ കാർഷിക വികസനവും സാധ്യമാണ്. ആയതിനാൽ പ്രസ്തുത പദ്ധതിയിലൂടെ നിയോജക മണ്ഡലാധിഷ്ഠിതമായ സൂക്ഷ്മ നീർത്തട വികസനം ലക്ഷ്യമിടുന്നു. മണ്ണ് പരിവേഷണ, മണ്ണ് സംരക്ഷണ വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്, കേരള. മണ്ണ് പരിവേഷണ സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ത്രിതല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കും മണ്ണുജല സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്കും ഈ വിഷയത്തിൽ വേണ്ടത്ര അറിവ് പകരുന്നതിനും മണ്ണുജല സംരക്ഷണ മേഖലയിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന നവീന മാർഗങ്ങൾ മനസ്സിലാക്കുന്നതിനും ബന്ധപ്പെട്ടവർക്ക് പകർന്നു നൽകുന്നതിനും മണ്ണു സംരക്ഷണ വകുപ്പിന് കീഴിൽ ഒരു പരിശീലന കേന്ദ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള ചടയമംഗലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നീർത്തട വികസനം, മണ്ണുജല സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ പുതുതലമുറയെ ബോധവൽക്കരിക്കുന്നതിനായി വിവിധ ജില്ലകളിൽ പരിശീലന പരിപാടികളും ബോധവൽക്കരണ പ്രദർശനങ്ങളും നീർമറി വികസന പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തുവരുന്നു. നീർത്തടാധിഷ്ഠിതം മണ്ണുജല സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്ന പ്രധാന പരിശീലന സ്ഥാപനമായ IWDMK കൃഷിയിലേക്ക് എന്ന പരിപാടിയിൽ നോഡൽ ഏജൻസിയുമാണ്. കൂടാതെ ദേശീയ പരിശീലന സ്ഥാപനങ്ങളായ EEI, മാനേജ് എന്നിവയുമായി സംയോജിച്ച് വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ഇഗ്നോ കേന്ദ്ര സർക്കാരിന്റെ വകുപ്പുമായി സഹകരിച്ച് നീർത്തടാധിഷ്ഠിത വികസനത്തിൽ ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സും ഈ സ്ഥാപനം വഴി നടത്തുന്നു. ജിയോമാറ്റിക്സ് ലാബ്, കമ്പ്യൂട്ടറിന്റെയും അനുബന്ധ മേഖലകളുടെയും സാധ്യതകൾ സംസ്ഥാനത്തിന്റെ കാർഷിക വികസനത്തിന് ഉപയുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വകുപ്പ് ആസ്ഥാനത്തും തൃശൂർ ഉത്തരമേഖല മണ്ണ് പരിവേക്ഷണ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലും കോഴിക്കോട് മണ്ണ് പരിവേക്ഷണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലും ജിയോമാറ്റിക്സ് ലാബ് പ്രവർത്തിച്ചു വരുന്നു. നൂതന സാങ്കേതിക വിദ്യകളായ GIS, RS എന്നിവ ഉപയോഗിച്ച് വിവിധ പ്രദേശങ്ങളിലെ മണ്ണിനെ പറ്റിയുള്ള സമഗ്ര വിവരങ്ങൾ, നീർത്തടങ്ങളുടെ വിവരങ്ങൾ എന്നിവ ഈ ലാബിൽ നിന്നും
പഞ്ചായത്തുകൾക്കും സന്നദ്ധ സംഘടനകൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും സ്ഥാപനങ്ങൾക്കും മറ്റും അനുബന്ധ വകുപ്പുകൾക്കും ലഭ്യമാക്കി വരുന്നു. സ്റ്റേറ്റ് സോയിൽ മ്യൂസിയം കേരളത്തിലെ എല്ലാ മണ്ണിനങ്ങളെയും കുറിച്ചുള്ള സമഗ്രമായ വിവരം കർഷകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഭരണകർത്താക്കൾക്കും ലഭ്യമാക്കുന്നു എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള വൈവിധ്യമാർന്ന 78 മണ്ണിനങ്ങളുടെ സവിശേഷതകളും പരിമിതികളും ഉൾപ്പെടുന്ന വിവരണം സഹിതം പ്രദർശിപ്പിക്കുന്ന ഒരു സോയിൽ മ്യൂസിയം തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്ത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ വിവിധ കാർഷിക പാരിസ്ഥിതിക മേഖലകളിൽ 20 മണ്ണ് പരിശോധികൾക്കും പ്രദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നിർജ്ജലീകരിച്ച പച്ചക്കുരുമുളക്. പച്ചക്കുരുമുളക് വള്ളികളിൽ നിന്നും മുഴുവൻ മൂപ്പെത്തുന്നതിന് മുമ്പ് പറിച്ചെടുത്ത് സംസ്കരിക്കുന്നതാണ് നിർജ്ജലീകരിച്ച പച്ചക്കുരുമുളക്. ഒരേ വലിപ്പവും തൂക്കവുമുള്ള പച്ചക്കുരുമുളക് മണികൾ പറിച്ചെടുത്ത് ഏകദേശം 20 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെള്ളം ഒഴിവാക്കിയ ശേഷം തണുപ്പിച്ച് സൾഫർ ഡയോക്സൈഡിൽ മുക്കിയെടുക്കുന്നു. പച്ച നിറം നിലനിർത്തുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 50 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കണം. സൂര്യപ്രകാശത്തിൽ ഉണങ്ങുവാൻ പാടില്ല. ബോട്ടിലിലാക്കിയ ഉപ്പിലിട്ട് പച്ചക്കുരുമുളക്. 5 മുതൽ 6 മാസം മൂപ്പുള്ള പച്ചക്കുരുമുളക് 20% ഉപ്പുവെള്ളത്തിൽ 4 ആഴ്ച ഇട്ട ശേഷം വെള്ളം വാർത്തു കളയുക. പിന്നീട് 16% ഉപ്പുവെള്ളത്തിൽ ദശലക്ഷത്തിൽ 100 സൾഫർ ഡയോക്സൈഡും 0.2% സിട്രിക് അമ്ലവും ചേർത്ത് വലിയ ബോട്ടിലാക്കി സൂക്ഷിക്കുക. മരവിപ്പിച്ച് ഉണക്കിയ പച്ചക്കുരുമുളക്. തോട്ടത്തിൽ നിന്നും എടുക്കുന്ന കുരുമുളക് തണുപ്പിച്ച് മരവിപ്പിച്ച് ഉണക്കിയെടുക്കുന്നതിനാണ് പച്ചക്കുരുമുളകിന്റെ തനിമ നിലനിർത്തുവാൻ ഇതിന് കഴിയും. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK
15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കളത്തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACT നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു.
ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്, ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. കൂടാതെ ഈ ശക്തമായ വേരുകൾ വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജലം നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാകുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90% കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ്
മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷികം.